ഈ ശിവൻകുട്ടി കോടി വരെ പിടിക്കാൻ വരുമോ തരത്തിന് എന്റെ ഈ രണ്ടു മക്കളും വരും സാറിനോട് ചോദിച്ചു നോക്കേ എന്റെ ഈ രണ്ടു മക്കളും വരുമ്പോ എന്റെ ഓരോ മക്കളെ എന്റെ ഓരോ മന്ത്രിക്ക് എന്താ പറയാറുണ്ട്? തിങ്ങിപ്പൊട്ടി കരയുകയാണ് മുത്തശ്ശി മന്ത്രിമാരെ കാണുമ്പോഴും. ചെറിയ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മന്ത്രിമാർ. കുഞ്ഞിന്റെ മുഴുവൻ പഠന ചെലവും സർക്കാർ വഹിക്കുമെന്ന് രാവിലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചതാണ്. ഏതായാലും കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നേരിട്ടെത്തി മിഥുന്റെ കുടുംബത്തെ കണ്ട് പിതാവ് മനുവിനെയും അമ്മൂമ്മയെയും സഹോദരനെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ്. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുന്റെ മാതാവ് നാളെ വൈകിട്ടോടെ എത്തും എന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ്. ഏറെ വൈകാരികം തന്നെയാണ് ആ വീട്ടിലെ കാഴ്ചകൾ. റഹീസ കണ്ടു നിൽക്കാനാകാത്തത്ര വേദനയുണ്ട്. പക്ഷേ മന്ത്രിമാർ നേരിട്ടെത്തി ഒരു വീഴ്ച സംഭവിച്ചു, അതിലിനി നടപടികൾ എടുക്കുക എന്നതാണ്. മാത്രമല്ല കുടുംബത്തിന് കൈത്താങ്ങാവുക എന്നത് തന്നെയാണ്. അതാണ് മന്ത്രിമാർ നേരിട്ടെത്തി ആശ്വസിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന് നൽകുന്ന ആത്മവിശ്വാസവും അല്ലേ? അതാണ് വിനീത. സത്യത്തിൽ ഹൃദയഭേദകമായ ഒരു രംഗങ്ങൾ ആണ് നമ്മൾ കാണുന്നതെന്ന് സാധാരണഗതിയിൽ വെറുതെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല. ഇന്നലെ വൈകുന്നേരം ഈ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഈ വീട്ടിനകത്ത് ഇന്ന് രാവിലെ ഏതാണ്ടൊരു 6 മണിയോടുകൂടി ഞാൻ എത്തിയതാണ്. അപ്പോൾ കേൾക്കാൻ തുടങ്ങിയ ഒരു കരച്ചൽ ഇപ്പോഴും ആ വീടിനകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സദാസമയം കരയുന്ന ആ വീട്ടുകാരെയാണ് ഇവിടെ കാണാനുള്ളത്. ആ വീടെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലുള്ള ഒരു സ്ഥലം. അത് ചെറിയൊരു വളരെ ചെറിയൊരു ഒരു കൂര എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണുള്ളത്. നാളെ മിഥുനെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതും ഈ വീട്ടിൽ വെച്ചാണ്. വീട്ടിൽ വെച്ച് മൃതദേഹം സംസ്കരിക്കാമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ രാവിലെ 8:55 ബത്തേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മിഥുൻ്റെ അമ്മ സുജയത്ത് സമയത്ത് തന്നെ 10 മണിയോടുകൂടി ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. ആ മൃതദേഹം 10 മണിയോടുകൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകും. സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാവുക. ആ സ്കൂളിലെ പൊതുദർശനം ഏതാണ്ട് കഴിയുന്ന സമയമാവുമ്പോഴേക്കും അമ്മ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെത്തും എന്നാണ് കരുതുന്നത്. അതിനുശേഷം വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടിൽ സംസ്കരിക്കാനുമുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അമ്മ വരുന്നതനുസരിച്ചായിരിക്കും ഈ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും ആ അമ്മ അനുഭവിക്കുന്ന വേദന നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ വിദേശത്തുള്ള ആളുകളെ അവരെ അറിയിക്കില്ല. ചെറിയ ഗുരുതരമാണെന്നോ പരിക്കു പറ്റിയെന്നോ ഒക്കെ പറഞ്ഞിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് പറയുന്നതാണ് ഒരു രീതി. പക്ഷേ ഇത് അവിടെ നിന്ന് കുഞ്ഞ് മരിച്ചു എന്ന് പറയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിയന്തരമായി ആ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി സാഹചര്യവും മറ്റുമല്ല അവർക്കുള്ളത്. എന്ന് മാത്രമല്ല കുവൈറ്റിൽ ജോലിക്ക് പോയ അമ്മ അവിടെ ആ അമ്മ നിൽക്കുന്ന വീട്ടുകാരോടൊപ്പം തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ആ അമ്മ തുർക്കി ഇസ്താംബുൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് വൈകിട്ട് 6 മണിക്കാണ്
കുവൈറ്റിലേക്ക് വരിക. കുവൈറ്റിൽ നിന്ന് പുലർച്ചെ 1:15 കൊച്ചിയിലേക്ക് വരും. ആ തരത്തിൽ ഇന്നലെ മുതൽ തൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ട ഒരു മാനസികാവസ്ഥ കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ ഒരു അവസ്ഥയിലുള്ള അമ്മ നാളെ നാട്ടിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് മകനെ കാണുമ്പോഴുള്ള ഒരു അവസ്ഥയൊന്നും നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ കഴിയുന്നതല്ല വിനീത.